നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദീപകേ, ഋതികയുടെ കാര്യത്തില് എല്ലാം വിപരീതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കഴിവുകേടാണെന്ന് നീ അങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സാധ്യതകൾ കണ്ടെത്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സംഭവിക്കേണ്ട സമയമാവുമ്പോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കൊറേ സംഭവിക്കും. പിന്നിലെ പറമ്പിലെ നല്ല ഈട്ടിനിപ്പില്ലേ, അത് മുറിച്ച് അമ്മ ഒരു തൊട്ടില് പണിയിച്ചു വെച്ചോ. രാജുവിന്റെ കുഞ്ഞുമായിട്ട് ഋതിക ഇവിടെ വന്ന് നിൽക്കുമ്പോ ആ തൊട്ടിലിട്ട് അമ്മയ്ക്ക് അവള് കുഞ്ഞിനെ ഉറക്കാലോ. എടാ, ചില പ്ലാനൊക്കെ പൊളിഞ്ഞു നിരിക്കും. അതിന് നീ ഇങ്ങനെ ഭൂകമ്പം സൃഷ്ടിച്ചാൽ എങ്ങനെയാ? അതിനമ്മ എന്തറിഞ്ഞിട്ടാ? അവള് ആ ഋതിക രമ്യയുടെ ചേട്ടനെ കൊണ്ട് തന്നെ ആ രാജുവിന്റെ അനിയത്തിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചെന്നു. ദൈവമേ, ദൈവത്തിനെ വിളിക്കാൻ വരട്ടെ. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. അവരുടെ കല്യാണം നടന്നത് ഇഷ്ടപ്പെടാതെ രമ്യയുടെ അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ആ പ്രശ്നം അമ്മാവൻ പറഞ്ഞ് പരിഹരിച്ചു. പ്രതാപനോ? കല്യാണ പന്തല് വെച്ചോ? കല്യാണ പന്തല് വെച്ചല്ല, ആശുപത്രിയിൽ വെച്ച്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? പ്രണയ വിവാഹം നടത്തിയ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അമ്മാവൻ ഋതികയുടെയും രാജുവിന്റെ വിവാഹം അംഗീകരിക്കുന്ന കാലം അധികം അകലെയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതാപ, എന്താ ചേച്ചി? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എനിക്ക് എനിക്ക് ശരിക്കും കേട്ടത് വിശ്വസിക്കാനായില്ല. നീ എങ്ങനെ അങ്ങനെയൊക്കെ? എന്താ ചേച്ചി? ചേച്ചി എന്താ കേട്ടത്? രമ്യയുടെ ചേട്ടനുമായി ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ച രാജുവിന്റെ അനിയത്തി ശ്രീലക്ഷ്മിയെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ? നീ അങ്ങനെ ചെയ്തോ പ്രതാപ? പെറ്റ് വളർത്തിയ അച്ഛനമ്മമാരെ കുറിച്ച് ആലോചിക്കാതെ പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ ചെറുപ്പക്കാരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ നീ ശാസിക്കാറല്ലേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ, നീ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്തത് തെറ്റായിപ്പോയി പ്രതാപ. ചേച്ചി, ഞാൻ ഒരു പെൺകുട്ടി കൂടി ഈ വീട്ടിൽ വളർന്നു വരുന്നുണ്ട്. നാളെ അവളുടെ മനസ്സിലും ഒരു ചെറുപ്പക്കാരനോട് പ്രണയം തോന്നിയ പ്രണയവിവാഹങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന വല്യച്ഛൻ തന്റെ പ്രണയവും അംഗീകരിക്കുമെന്ന് കരുതി അവളെന്തെങ്കിലും അരുതാത്തത് ചെയ്താൽ? ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. പ്രണയിക്കുന്ന ഒരു തെറ്റല്ല, പക്ഷെ ആരായാലും അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.